എങ്ങനെ ആ ഡിസിപ്ലിൻ റിയലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നാരും പറയത്തില്ല ബ്രോ. അതിനൊരു ഫോമുലയുണ്ട്. ആ ഫോമുല എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, സിമ്പിളാണ്. ഇത് നിങ്ങൾ എഴുതിയെടുത്തോ. ആദ്യം നമുക്ക് വേണ്ടത് സെൽഫ് ബിലീഫാണ്. നമ്മളൊരിക്കലും വീക്കല്ല, നമ്മളൊരിക്കലും ലേസി അല്ല. പക്ഷേ ചില സമയത്ത് നമ്മളെ തന്നെ നമ്മൾ വിട്ടുകളയും, നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ എന്തൊരു പുതിയ കാര്യം സ്റ്റാർട്ട് ചെയ്താലോ, പുതിയൊരു ഹാബിറ്റ് ചെയ്താലോ, പുതിയൊരു കാര്യം നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാലോ, പിന്നെയും നമ്മൾ ഈ സെയിം പ്ലേസിൽ തന്നെ വന്ന് നിൽക്കും. നമ്മൾ ക്വിറ്റ് ചെയ്യും, നമ്മൾ ഗീവ് അപ്പ് ചെയ്യും. നമ്മൾ രാവിലെ അലാറം 5 മണിക്കോ 6 മണിക്കോ ഒക്കെ അലാറം അടിക്കുമ്പം നമ്മളത് സ്കിപ്പ് ചെയ്ത് വിടുമ്പോൾ എന്തു സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ സെൽഫ് ട്രസ്റ്റ് ഉണ്ട്, നമ്മുടെ സെൽഫ് ബിലീഫ് ഉണ്ട്. ഇതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയോ ബ്രോ. ഒരു 3 വീക്ക് മുമ്പ് ഞാനൊരു കമ്മിറ്റ്മെന്റ് നടത്തി. രാവിലെ 5 മണിക്ക് എണ്ണിക്കും, ജസ്റ്റ് ഒന്ന് നടക്കാൻ പോയി, 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ അങ്ങനെ നടക്കാൻ പോകും. ആദ്യത്തെ ദിവസമായപ്പോൾ ഞാൻ 5 മണിക്ക് എണ്ണിച്ചു. ഞാൻ എണ്ണിക്കുന്നു, ഷൂ ഇടുന്നു, എക്സൈറ്റഡ് ആവുന്നു, ഹെഡ്സെറ്റ് എടുക്കുന്നു, ഫോൺ എടുക്കുന്നു, ജസ്റ്റ് പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നടക്കാൻ പോകുന്നു. ആ ദിവസം 1.5 കിലോമീറ്റർ ഇടയ്ക്ക് സ്പ്രിന്റിങ്ങും നടത്തവും കൂടെ ആയിട്ട് അത് കംപ്ലീറ്റ് ആക്കുന്നു. ഞാനിപ്പോൾ തിരിച്ചു വരാൻ നേരത്തെ ആലോചിച്ചത് എന്നും വരണം, നല്ല രസമുണ്ട്, ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്, സൂര്യൻ ഇങ്ങനെ പൊങ്ങി വരുന്നു, ആൾക്കാരൊക്കെ പാല് മേടിക്കാനോ സൊസൈറ്റിയിലൊക്കെ ഇങ്ങനെ പോകുന്നു, നല്ല രസമുണ്ട്, അമ്പലത്തിലൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ ഇട്ടേക്കുന്നു, അതൊക്കെ കേൾക്കുന്നു, നല്ല ഗ്രീനറി ആയിട്ടുള്ള സ്ഥലം, നല്ല പുത്തൻ ഓക്സിജൻ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫീലിംഗ്, പോസിറ്റീവ് ആയിട്ടുള്ള ഫീലിംഗ്. രണ്ടാമത്തെ ദിവസമായപ്പോൾ ഞാൻ ഒരു 5:30 ആയപ്പോൾ എണ്ണിച്ചു, അതുപോലെ തന്നെ പോയി ഒരു 2 കിലോമീറ്റർ അന്ന് പോയി. അപ്പൊ തിരിച്ചു വരാൻ നേരത്തെ എനിക്ക് പഴയ പോലെ ഫീൽ കിട്ടുന്നില്ല, പഴയ പോലെ സന്തോഷമൊന്നുമില്ലോ. എന്തിനിത് ഭയങ്കര ഹാർഡാണല്ലോ, കാലൊക്കെ വേദനിക്കുന്നു, ഇന്നലത്തെ ഓടിയതിന്റെ വേദനയുണ്ട്, അങ്ങനെയൊക്കെ തോന്നുന്നു. മൂന്നാമത്തെ ദിവസമായപ്പം ഞാൻ പോയില്ല. റിയലി 5 മണിക്ക് അലാറം അടിച്ചു, എന്നും അടിക്കുന്നതിൻ്റെ തൊട്ട് ഞാൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് വിട്ടു. 4-ാമത്തെ ദിവസമായപ്പോൾ ഞാൻ ചെയ്തൊരു കാര്യം, അലാറം അടിക്കുന്നു, ഞാൻ 1 മണിക്കൂർ കഴിയട്ടെ, റിയലി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് 6 മണിയാകുമ്പോൾ ഇപ്പോൾ പോയിട്ട് കാര്യമൊന്നുമില്ല, 6 മണിയാകുമ്പോൾ സ്കിപ്പ് ചെയ്ത് കളയും. പിറ്റേ ദിവസം തൊട്ട് എപ്പോൾ അലാറം അടിക്കുന്നു അപ്പോൾ സ്കിപ്പ് ചെയ്ത് കളയും. ഇവിടെ എന്താ റിയലി സംഭവിച്ചത് ബ്രോ? ആ രാവിലെ എണീച്ച് നടക്കാൻ പോവുക എന്നൊരു ഹാബിറ്റ് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതൊന്ന് ഹാർഡായിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ ക്വിറ്റ് ചെയ്തു. ഇത് നമുക്ക് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനൊരു കാരണമേ ഉള്ളൂ ബ്രോ. നിങ്ങളത് എന്നോട് ചോദിക്കുമെന്ന് ഞാൻ പറയും, എനിക്ക് എന്നോട് സെൽഫ് റെസ്പെക്ട് ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ രാവിലെ എണീച്ച് ജിമ്മിൽ പോകണമെന്ന് ആഗ്രഹിക്കും, നമ്മൾ രാവിലെ എണീച്ച് ഓടാൻ ജസ്റ്റ് പോകണമെന്ന് ആഗ്രഹിക്കും, നമ്മൾ രാവിലെ എണീച്ച് ഡീപ്പ് സെക്ഷൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കും. പക്ഷെ നമുക്കത് ചെയ്യാൻ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റാത്തത് നമ്മളെ നമ്മൾ റെസ്പെക്ട് ചെയ്യാത്തതുകൊണ്ടാണ്. ഇതാണ് കാരണം. അതുകൊണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ. സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇറ്റ് ഈസ് എ എബിലിറ്റി ടു ബിൽഡ് ഡിസിപ്ലിൻ. നമുക്ക് ഡിസിപ്ലിൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെൽഫ് റെസ്പെക്ട് വേണം. എല്ലാവരും നിങ്ങളോട് പറഞ്ഞു തരും, നിങ്ങൾക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ നിങ്ങൾക്ക് ഡിസിപ്ലിൻ വേണം. പക്ഷേ എങ്ങനെ ആ ഡിസിപ്ലിൻ റിയലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നാരും പറയത്തില്ല ബ്രോ. അതിനൊരു ഫോമുലയുണ്ട്. ആ ഫോമുല എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, സിമ്പിളാണ്. ഇത് നിങ്ങൾ എഴുതിയെടുത്തോ. ആദ്യം നമുക്ക് വേണ്ടത് സെൽഫ് ബിലീഫാണ്. സെൽഫ് ബിലീഫിൽ നിന്നും നമുക്ക് ഉണ്ടാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ സെൽഫ് റെസ്പെക്റ്റ് ആണ്. സെൽഫ് റെസ്പെക്റ്റിൽ നിന്ന് നമുക്ക് ഉണ്ടാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതാണ് സെൽഫ് ഡിസിപ്ലിൻ. മനസ്സിലായില്ലേ? ആദ്യം നമുക്ക് സെൽഫ് ബിലീഫ് ഉണ്ടാവണം. ആ സെൽഫ് ബിലീഫിൽ നിന്ന് നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവും. ആ സെൽഫ് റെസ്പെക്റ്റിൽ നിന്നും നമുക്ക് സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാവും. ബ്രോ, ഇതാണ് ഫോമുല. ഈ ഫോമുല ഉപയോഗിച്ചിട്ട് നിങ്ങളിപ്പം ഏത് സിറ്റുവേഷനിൽ നിൽക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ ഫഗ്ഡ് ആണെങ്കിലും, ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും, നിങ്ങളെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും, നിങ്ങൾ എത്രമാത്രം വിഷമിച്ച് സാഡായിട്ട് ഇരിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഡ്രീം ചെയ്തൊരു ലൈഫ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ അതിലോട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിലും ബ്രോ, ഈ ഒരു ഫോമുല മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. നമ്മുടെ സെൽഫ് ബിലീഫ് ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഇമാജിൻ ചെയ്ത് നോക്കി ബ്രോ, നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എണീച്ചിട്ട് ഒരു കമ്മിറ്റ്മെന്റ് നടത്തുന്നു. ആ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളൊരു 5 പുഷപ്പ് എടുക്കുന്നതായിരിക്കാം, ചിലപ്പോൾ നിങ്ങളൊരു 6 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുന്നതായിരിക്കാം. അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾ നടത്തുന്നു. രണ്ടാമത് നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇഫ് യു സേ സംതിങ് യു നീഡ് ടു ഡു ഇറ്റ്. നിങ്ങളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്തിരിക്കും. കാരണം നിങ്ങളുടെ വേർഡ്സ് അയൺ ഗ്ലാഡ് ആണ്. ഇപ്പൊ എന്താണ് റിയലി സംഭവിക്കുന്നത്? നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എണീച്ചിട്ട് കമ്മിറ്റ്മെന്റ് നടത്തുന്നു. ഓക്കെ, ഞാൻ ഇത് ചെയ്തിരിക്കും, എൻ്റെ ലൈഫ് ഞാൻ മടുത്തു, പക്ഷേ എനിക്കൊരു ട്രാൻസ്ഫോർമേഷൻ വേണം, ഒരു റാറ്റിൽ നിന്നും ഒരു ഈഗിൾ ട്രാൻസ്ഫോർമേഷൻ എനിക്ക് വേണം, അതുകൊണ്ട് ഞാൻ കമ്മിറ്റ്മെന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ, നിങ്ങൾ ഇന്ന് 6 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്തിരിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തിരിക്കും. ഒന്ന് ഓർത്ത് നോക്കിയേ, എന്നാണ് അവസാനമായിട്ട് നിങ്ങൾ അലാറം അടിച്ചപ്പോൾ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ട് അവിടെ കിടന്ന് ഉറങ്ങിയത്? ആ സമയത്ത് അല്ലെങ്കിലും കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമ്മൾ എണ്ണിക്കുമ്പോൾ, നമുക്ക് ബോധം വരുമ്പോൾ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാകത്തില്ലേ, ഞാൻ എന്നാൽ ചെയ്താൽ മതിയായിരുന്നു, ഇതെന്താ ഇങ്ങനെ റിപ്പീറ്റ്ലി നടക്കുന്നത്, 2-3 ദിവസമായിട്ട് ഇങ്ങനെ തന്നെയാണല്ലോ നടക്കുന്നത്, എന്താ ഇത്?
ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു വെച്ചാൽ ഈ ഒരു കമ്മിറ്റ്മെന്റും ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ നടത്താത്തതാണ്. നമ്മുടെ വേർഡ്സിന് ഒരു വിലയില്ല, നമ്മുടെ കമ്മിറ്റ്മെന്റിന് ഒരു വിലയില്ല. ഇത് രണ്ടും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സെൽഫ് ബിലീഫ് ഇൻക്രീസ് ചെയ്യും, ലിറ്ററലി ഇൻക്രീസ് ചെയ്യും. നമ്മളെല്ലാവരും ഇവിടെ അറിയാതെ ചെയ്യുന്നൊരു വലിയ മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ രാവിലെ അലാറം 5 മണിക്കോ 6 മണിക്കോ ഒക്കെ അലാറം അടിക്കുമ്പം നമ്മളത് സ്കിപ്പ് ചെയ്ത് വിടുമ്പോൾ എന്തു സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ സെൽഫ് ട്രസ്റ്റ് ഉണ്ട്, നമ്മുടെ സെൽഫ് ബിലീഫ് ഉണ്ട്. നമ്മൾ ഒരു ദിവസം സ്കിപ്പ് ചെയ്ത് കളഞ്ഞു, രണ്ടാമത്തെ ദിവസം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞു, മൂന്നാമത്തെ ദിവസം സ്കിപ്പ് ചെയ്യുമ്പം നമ്മുടെ സെൽഫ് ബിലീഫ് ഇങ്ങനെ കുറഞ്ഞു വന്നുകൊണ്ടേയിരിക്കും. ഒരു സെൽഫ് ബിലീഫും ഇല്ലാത്തൊരു പേഴ്സൺ ആയിട്ട് നമ്മൾ മാറും. ബ്രോ, നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ഡിസിപ്ലിൻ വേണമെങ്കിൽ, ഇതൊരു ബക്കറ്റ് ആണെങ്കിൽ ഈ ബക്കറ്റിലേക്ക് നമ്മൾ എന്തൊക്കെ ഇടുന്നു, നമ്മളൊരു വേർഡ് പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരാളാണോ, നമ്മളൊരു കമ്മിറ്റ്മെന്റ് നടത്തി അത് കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരാളാണോ, നമ്മൾ ഇന്ന് മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു കമ്മിറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആക്കുന്ന ആളാണ്. ഇതെല്ലാം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ബക്കറ്റിനകത്ത്, ഇതൊരു ബക്കറ്റാണ് റൈറ്റ്, ഈ ഒരു ബക്കറ്റിനകത്ത് ഇതെല്ലാം ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വരും. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെന്ന് പറഞ്ഞാൽ സെൽഫ് ബിലീഫാണ്, സെൽഫ് ട്രസ്റ്റ് ആണ്. നിങ്ങളെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ അത് നിങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. ഇതേ സെയിം സാധനം തന്നെ ഉൾട്ടയടിക്കാം. എന്തോ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു കമ്മിറ്റ്മെന്റ് പറഞ്ഞു, ഞാൻ ഇന്ന് 5 മണിക്ക് എണ്ണിക്കും, എന്നിട്ട് നമ്മൾ 5 മണിക്ക് എണ്ണിച്ചില്ല, നമ്മൾ എണ്ണിച്ചപ്പോൾ 8 മണിയായി. അപ്പോൾ ഒരെണ്ണം കുറഞ്ഞു. ഞാൻ ഇന്ന് പുഷപ്പ് എടുക്കുമെന്ന് പറഞ്ഞു, ഒരു 20 പുഷപ്പ് വെച്ചിട്ട് 3 സെറ്റ് എടുക്കുമെന്ന് പറഞ്ഞു, അത് ഞാൻ ചെയ്തില്ല, അപ്പോഴത്തേക്ക് കുറയും. ഇനി ഞാൻ ഫാസ്റ്റ് ഫുഡ് ഒന്നും കഴിക്കത്തില്ലെന്ന് പറഞ്ഞു, പക്ഷേ ഫാമിലി എല്ലാം കൂടെ വെളിയിൽ പോയപ്പോൾ നിങ്ങൾ ഫാസ്റ്റ് ഫുഡ് കഴിച്ചു, ഒരെണ്ണം കുറയും. ഇതെല്ലാം കുറഞ്ഞ് ഈ ബക്കറ്റിൽ ഒന്നുമില്ലാതാവും, ഒന്നുമില്ലാതെ. അതുകൊണ്ട് നമ്മുടെ ബ്രെയിൻ നോക്കുമ്പോൾ നമ്മുടെ സെൽഫ് ബിലീഫ് നേരെ താരോട്ട് പോകും. പിന്നെ എങ്ങനെ നമ്മൾ സെൽഫ് ഡിസിപ്ലിൻ ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് മാറും? കാരണം നമുക്ക് സെൽഫ് ബിലീഫ് ഇല്ല. സെൽഫ് ബിലീഫ് ഇല്ലെങ്കിൽ എങ്ങനെ നമുക്ക് സെൽഫ് റെസ്പെക്ട് ഉണ്ടാവും? ഒരിക്കലും നമുക്ക് സെൽഫ് റെസ്പെക്ട് ഉണ്ടാകത്തില്ല. നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ റെസ്പെക്ട് ചെയ്യത്തില്ല. സോ ബ്രോ, വേറെ ഒന്നുമില്ല, ഈ മാജിക് ഫോർമുല മാത്രം നിങ്ങൾ ഓർക്കുക. നമുക്ക് സെൽഫ് ബിലീഫ് ഉണ്ടെങ്കിൽ നമുക്ക് സെൽഫ് റെസ്പെക്ട് ഉണ്ടാവും. നമുക്ക് സെൽഫ് റെസ്പെക്ട് ഉണ്ടെങ്കിൽ നമുക്ക് സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാകും. സോ നമ്മൾ ആലോചിച്ച് നോക്കുക, നമുക്കൊരു കാര്യം ഡെഡിക്കേറ്റഡ് ആയിട്ട് എല്ലാ ദിവസവും എല്ലാ സമയത്തും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് കാരണം നമുക്ക് സെൽഫ് ബിലീഫ് ഇല്ല എന്നതാണ്. നമ്മുടെ വേർഡ്സിന് നമ്മൾ വാല്യൂ ചെയ്യുന്നില്ല, നമ്മുടെ കമ്മിറ്റ്മെന്റിന് നമ്മൾ വാല്യൂ ചെയ്യുന്നില്ല. നമ്മൾ എപ്പോഴും അലാറം വെക്കുമ്പോൾ സ്കിപ്പ് ചെയ്ത് കളയുന്നു. അങ്ങനെ നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ് ഈ സിറ്റുവേഷനിൽ നമ്മൾ വന്നിരിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും നാൾ നമ്മൾ ചെയ്ത് വന്ന് ഇപ്പം നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം, ഓക്കെ, എനിക്ക് പഴയ ലൈഫ് തന്നെ മതിയോ, അതോ ഒരു ട്രാൻസ്ഫോർമേഷൻ ഞാൻ എനിക്ക് വേണ്ടി തന്നെ നടത്തണോ? ആ ഡിസിഷൻ നിങ്ങളാണ് എടുക്കേണ്ടത്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ടാണ് നമ്മൾ ഫെയിൽ ആകുന്നത്? നമ്മൾ കണ്ടിന്യൂസ്ലി എന്തുകൊണ്ട് ഫെയിൽ ആകുന്നു? എനിക്ക് ഉറപ്പാണ് ബ്രോ, നിങ്ങൾ ഒരിക്കലും വീക്കായിട്ട് ഒരാളല്ല. പക്ഷേ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് നിങ്ങൾ വളരെ ലോ ആയിട്ടാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ട്, നമുക്ക് ഈ റാറ്റ് ലൈഫിൽ നിന്നും ഈഗിൾ ലൈഫിലേക്ക് മാറണമെന്നുണ്ട്. പക്ഷേ നമ്മുടെ ആക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാര്യം, നമ്മുടെ ആക്ഷൻസ് നമ്മുടെ ബിലീഫിനെ ഫോളോ ചെയ്യുന്നില്ല. ഡു യു അണ്ടർസ്റ്റാൻഡ് ദ ഡേഞ്ചർ? ഈ ഒരു കാര്യം കൊണ്ടാണ് ബ്രോ കണ്ടിന്യൂസ്ലി നമ്മൾ ഫെയിൽ ആവുന്നത്. എന്ത് നമ്മൾ കമ്മിറ്റ്മെന്റ് ചെയ്തൊരു കാര്യത്തിന് വേണ്ടി ഇരുന്നാലും നമ്മൾ ഫെയിൽ ആകുന്നത് നമ്മുടെ ആക്ഷൻസും നമ്മുടെ ബിലീഫും ആയിട്ട് റിലേറ്റ് ചെയ്യുന്നില്ല. നമുക്ക് ബിലീഫ്, നല്ല ബിലീഫുണ്ട്, ഇമ്പ്രൂവ് ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണം, എനിക്ക് അത് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്, സെൽഫ് ബിലീഫ് ഉള്ള ഒരാളാണ്, കോൺഫിഡൻസ് ഉള്ളതാണ്, ബിലീഫ് നമുക്കുണ്ട്. പക്ഷേ നമ്മുടെ ആക്ഷൻസ് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നില്ല. ഇങ്ങനെ കണക്ട് ചെയ്തില്ലെങ്കിൽ നമ്മുടെ സെൽഫ് ബിലീഫ് കുറയും. നമ്മൾ ചെയ്യുന്ന ഹാബിറ്റ് എന്തൊക്കെയാണ്? സോഷ്യൽ മീഡിയ 24 മണിക്കൂറും സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക, നെഗറ്റീവ് ന്യൂസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ കോൺഫിഡൻസിനെ ഒന്ന് ഇൻക്രീസ് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നില്ല, കേൾക്കുന്നില്ല. ഇനി നമ്മൾ നോക്കേണ്ട മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെ നമ്മുടെ സെൽഫ് റെസ്പെക്ട് നമുക്ക് റീബിൽഡ് ചെയ്യാം. അതിന് റീബിൽഡ് ചെയ്യാൻ 3 കാര്യങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മാത്രം മതി. ഇത് ഏത് മൈൻഡ് സെറ്റ് നിങ്ങൾ സ്വീകരിക്കണം എന്ന് വെച്ചാൽ, നമ്മൾ എല്ലാ കാര്യത്തിനും വേണ്ടി ട്രൈ ചെയ്തു, നമുക്കതൊന്നും കിട്ടിയില്ല, നമ്മൾ ഫെയിലായി, ഭയങ്കരമായിട്ട് റിപ്പീറ്റ്ലി ഫെയിലായി. നമ്മൾ നോഫാബ് 10 days എടുത്തു, അതിന് നമ്മൾ ഫെയിലായി. നമ്മൾ എല്ലാ ദിവസവും ജിമ്മിൽ പോകാൻ നോക്കി, അതിന് നമ്മൾ ഫെയിലായി. നമ്മൾ ഫുഡ് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് കാലറി ഡെഫിസിറ്റ് തന്നെ കഴിക്കാൻ നോക്കി, അതിന് നമ്മൾ ഫെയിലായി. ഇങ്ങനെ എല്ലാത്തിനകത്തും ഫെയിലായി, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാത്തൊരു സിറ്റുവേഷൻ നമ്മൾ ഇരിക്കും, ഇല്ലേ? ആ സിറ്റുവേഷൻ ഇരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് അവിടെ നിന്ന്, ആ തറയിൽ നിന്നുകൊണ്ട്, ആ റാറ്റ് ലൈഫിൻ്റെ ഏറ്റവും ബോട്ടത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ബ്രിക്ക് ബൈ ബ്രിക്ക് ഓരോ സ്റ്റെപ്പായിട്ട് ബിൽഡ് ചെയ്ത് വരാൻ പറ്റും. നിങ്ങൾക്ക് കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ, നിങ്ങൾ ലോങ് ടൈമിൽ തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ. ഈ 2 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
കൺസിസ്റ്റൻസി ആൻഡ് ലോങ് ടേം തിങ്കിങ്. കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല. ഇപ്പോൾ ജിമ്മിൽ പോകുന്ന കാര്യമാണെങ്കിൽ, വർക്കൗട്ട് ചെയ്യുന്ന കാര്യമാണെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യണം. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം. പക്ഷേ നിങ്ങളൊരു ഹാർഡ് വർക്ക് ചെയ്യുകയാണ്, നിങ്ങളൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ എക്സാം എല്ലാ ദിവസവും കഴിഞ്ഞിട്ടല്ലല്ലോ, 2-3 ദിവസം ഇടവിട്ടായിരിക്കും. ആ ഗ്യാപ്പിനുള്ളിൽ നിങ്ങൾ അതിനുവേണ്ടി പഠിക്കുന്നുണ്ട്. ആ പഠിക്കുന്ന കാര്യം നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരു ദിവസം റെസ്റ്റ് എടുത്താലും നിങ്ങളത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതാണ് കൺസിസ്റ്റൻസി. അതാണ് ലോങ് ടേം തിങ്കിങ് എന്ന് പറയുന്നത്. ഒന്നാമത് മോർണിംഗ് കൺസിസ്റ്റൻസി. നമ്മുടെ ബ്രെയിൻ ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യം എന്തെന്നറിയാം? അൺപ്രെഡിക്റ്റബിലിറ്റി. ഇമാജിൻ ചെയ്ത് നോക്കി ബ്രോ, നിങ്ങളുടെ ഫ്രണ്ടുമായിട്ട് ഒരു അടി ഉണ്ടായി. അപ്പം അവൻ നിങ്ങളെ വിളിക്കുന്നില്ല, നിങ്ങളോട് സംസാരിക്കുന്നില്ല, ഒന്നും പറയുന്നില്ല, ഒരു മെസ്സേജ് അയക്കുന്നില്ല, ഒരു കോൺടാക്റ്റും ഇല്ല. പക്ഷെ നിങ്ങൾ എങ്ങനെയോ കേട്ടു അവൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്, അവൻ ആരെയൊക്കെ വിളിക്കുന്നുണ്ട്, അവൻ്റെ ചേട്ടനെ അങ്ങോട്ടൊക്കെ വിളിക്കുന്നുണ്ട്, ഇങ്ങനെ കേട്ടു. നിങ്ങൾക്ക് ഉണ്ടാകുന്ന ടെൻഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ മൺഡേ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുക, കാരണം എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പം നമുക്ക് ഫിയർ ഉണ്ടാവും അല്ലേ? അവൻ ഇങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, അവൻ ഫോണിൽ വിളിച്ചു, എടാ തിങ്കളാഴ്ച വരുമ്പോൾ ഞാൻ നിന്നെ അടിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, അവിടെ പോയി അടി കൊണ്ടാൽ മതി, കഴിഞ്ഞു. നമുക്ക് എന്താണോ അൺപ്രെഡിക്റ്റബിൾ ആയിട്ട്, നമുക്ക് നമുക്ക് അറിയാത്ത കാര്യം എന്താണ്, നമ്മുടെ ബ്രെയിനിന് നോളജ് ഇല്ലാത്തൊരു കാര്യം എന്താണെന്ന് അതിനെക്കുറിച്ച് നമ്മുടെ ബ്രെയിൻ ഫിയർ ചെയ്തുകൊണ്ടേയിരിക്കും. സോ നിങ്ങൾ ഒരിക്കലും അൺപ്രെഡിക്റ്റീവ് ആവരുത്. എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, നിങ്ങൾ രാവിലെ മോർണിംഗിൽ എണ്ണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. എന്താണ് ആ എണ്ണിച്ച ഉടനെ നിങ്ങൾക്ക് ചെയ്യേണ്ടത്? 10 പുഷപ്പ് അടിക്കുകയാണോ, അതോ ഡീപ്പ് സെക്ഷന് വേണ്ടി ഇരിക്കുകയാണോ, അതൊരു കോഫി ഉണ്ടാക്കി കുടിക്കുകയാണോ, അതൊരു വാക്കിന് പോവുകയാണോ? ഒരു പ്ലാൻ വേണം, നമുക്ക് സ്പെസിഫിക് ആയിട്ടൊരു പ്ലാൻ വേണം. ഇത് ഞാൻ രാവിലെ എണീച്ച് 5 മണിക്ക് എണീച്ച് ഇനി എന്താ ചെയ്യേണ്ടത്? മെഡിറ്റേഷൻ ചെയ്യണോ, അതോ ഇനി കുറച്ച് നേരം ഗെയിം കളിച്ചിട്ട് മെഡിറ്റേഷൻ ചെയ്യണം? ഇങ്ങനെ ആലോചിക്കരുത്. ഈ അൺപ്രെഡിക്റ്റബിലിറ്റി ആണ് നമ്മുടെ കൺസിസ്റ്റൻസി നശിപ്പിക്കുന്നത്, നമ്മുടെ മൂഡ് നശിപ്പിക്കുന്നത്. സോ ഇതിന് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ, ഒരു ടൈം നിങ്ങൾ ഫിക്സ് ചെയ്യുക. അത് 5 മണിയായിരിക്കാം, 4 മണിയായിരിക്കാം, 6 മണിയായിരിക്കാം. ആ ടൈം നിങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും, അത് സൺഡേ ആയാലും മൺഡേ ആയാലും, എല്ലാ ദിവസവും ആ ടൈമിൽ തന്നെ എണ്ണിച്ച് വർക്ക് ചെയ്യാൻ നോക്കുക. ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പം നമുക്ക് മോർണിംഗ് കൺസിസ്റ്റൻസി ഉണ്ടാവും. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നൊരു ക്ലാരിറ്റി ഉണ്ട്, പ്ലാൻ ഉണ്ട്. രണ്ടാമത് നമ്മുടെ സെൽഫ് റെസ്പെക്ട് ഇംപ്രൂവ് ചെയ്യുന്നൊരു കാര്യമാണ് 1 ഡെയിലി ഫോർമുല. അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ എണ്ണിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു വർക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണെങ്കിൽ, നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ സ്മാൾ ടാസ്ക്, ചിലപ്പോൾ 5 പുഷപ്പ് അടിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ ഒരു 10 പുഷപ്പ് അടിക്കുന്നതായിരിക്കും, ചിലപ്പോൾ ഒരു 10 പുഷപ്പ് അടിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ ആ ദിവസം നിങ്ങൾ ഷുഗർ കട്ട് ചെയ്യുക എന്ന് പറയുന്നതായിരിക്കും, ചിലപ്പോൾ നിങ്ങളൊരു വാക്കിന് പോകുന്നതായിരിക്കാം. ഇതെന്താണോ ആ സ്മാൾ ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുക. അപ്പം നമുക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളാണ്, നമ്മൾ ഒരു കാര്യം ഇതുവരെയും ചെയ്തിട്ടില്ലെങ്കിൽ, ഇത് നിങ്ങൾ ചെയ്യുമ്പം എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ആവും. ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോ? കോൺഫിഡൻസ് ബിൽഡ് ആവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇഫ് ദെൻ ഫോർമുല. നിങ്ങൾ 6 മണിക്ക് എണ്ണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 20 പുഷപ്പ് അടിച്ചിരിക്കും. നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് ചെയ്തിരിക്കും. ഇതെന്തോ സംഭവിക്കുന്നു വെച്ചാൽ നമ്മുടെ ബ്രെയിനെ ലിങ്ക് ചെയ്യിപ്പിക്കുകയാണ്. 2 ടാസ്ക് ഒരുമിച്ച് നമ്മൾ ലിങ്ക് ചെയ്യിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? എന്ന് വെച്ചാൽ നിങ്ങൾ ഇതിനകത്ത് എന്താ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കാര്യം സംഭവിക്കുന്നത് വെച്ചാൽ, നിങ്ങൾക്കൊരു വിഷൻ ഉണ്ട്, നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട്, നിങ്ങൾക്കൊരു ഗോൾ ഉണ്ട്. ഇതാണ് ബ്രോ നമുക്ക് ഈഗിൾ ലൈഫ് വേണമെങ്കിൽ, അവിടേക്ക് നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കേണ്ടത്. മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ സെൽഫ് റെസ്പെക്ട് നമുക്ക് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മളെ എല്ലാവരും ആസ് എ ഹ്യൂമൻ ബീങ് നമ്മളെ ഡ്രെയിൻ ചെയ്യുന്ന കുറേ കാര്യമുണ്ട്. ഡ്രെയിൻ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ എനർജി ഫുൾ കൊണ്ട് കളയുന്നൊരു കാര്യമുണ്ട്. സോഷ്യൽ മീഡിയ, നെഗറ്റീവ് ന്യൂസ് കാണുക, ഫോൺ 24 മണിക്കൂറും സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക, ഗെയിം കണ്ടുകൊണ്ടിരിക്കുക, ഫോൺ കാണുക, ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളെ ഡ്രെയിൻ ചെയ്യുന്ന കാര്യമാണ്. നമ്മുടെ എനർജി, നമ്മുടെ ടൈം എല്ലാം ഡ്രെയിൻ ചെയ്ത് കളയുന്ന കാര്യമാണ്. റൈറ്റ്? ഇതിനെ നമ്മൾ അവോയ്ഡ് ചെയ്യണം, ഇതിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. ഡോപ്പമിൻ ഡീറ്റോക്സ് നമ്മൾ എടുക്കണം. ഇത് നമ്മൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ പറ്റുന്നത് വെച്ചാൽ, ഓക്കെ നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തു, 2 മണിക്കൂറൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യും, കുഴപ്പമൊന്നുമില്ല, ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്തു. പക്ഷേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെയും ഞാൻ എന്നെ കുറച്ച് നേരം കിടന്നിട്ട് ഞാൻ ഇത്രയും നേരം പഠിച്ചില്ലേ, അപ്പോഴത്തേക്ക് 2 മണിക്കൂർ നമ്മൾ അറിയാതെ തന്നെ പോകും. ഇതാണ് അപകടം. നമ്മുടെ എനർജി ഫുള്ള് ഡ്രെയിൻ ചെയ്യും. ഇങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. നമ്മൾ എല്ലാ ദിവസവും എണ്ണിക്കുമ്പോൾ നമുക്ക് 500 പോയിന്റ് ഹെഡ് പോയിന്റ്സ് ആണ് ഉള്ളത്. ഉച്ചയ്ക്ക് മുമ്പേ 150 പോയിന്റ്സ് നമുക്കുണ്ടെങ്കിൽ, ആ 150 പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ 100 പോയിന്റ് വെച്ച് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാൽ
200 പോയിന്റ് 2 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് നഷ്ടപ്പെടും. ഇതുകൊണ്ടാണ് ബ്രോ നമ്മൾ എത്ര ഇതിനകത്തുനിന്ന് മാറാൻ ശ്രമിച്ചാലും നമുക്ക് കാര്യങ്ങൾ കറക്റ്റായിട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ടും നമ്മളിപ്പം ഏത് സിറ്റുവേഷനിൽ നിന്നാലും നമുക്കിപ്പം അത്രമാത്രം ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലെങ്കിലും നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ മൂവ് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഫെയിലായി പോകും, ചിലപ്പോൾ നിർത്തിയിട്ട് പോകും, ചിലപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ നമ്മൾ മൂവ് ആവുന്നുണ്ടെങ്കിൽ വി വിൽ വിൻ. കാരണം 99% ഓഫ് ആൾക്കാരും ഇതൊന്നും ചെയ്യുന്നില്ല, ഇതൊന്നും അറിയുന്നില്ല. നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് സെൽഫ് ഇംപ്രൂവ്മെന്റിന് വേണ്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ, അതെനിക്ക് ചെയ്യണം, എനിക്ക് അച്ചീവ് ചെയ്യണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, ഒരു 4 months അല്ലെങ്കിൽ ഒരു 5 months, ഈവൻ 6 months മതി നമ്മുടെ ലൈഫ് നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ. നിങ്ങൾ പോലും വിചാരിക്കത്തില്ല ഞാൻ ഇങ്ങനെ ഒരാളാണ്. ഗിവ് മീ 4 months and 2 weeks, മാജിക് വിൽ ഹാപ്പൻ ആൻഡ് ഐ ബിലീവ് ഇൻ യു, യു ക്യാൻ ഡു ഇറ്റ്. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ടെലിഗ്രാം കമ്മ്യൂണിറ്റി ഉണ്ട്, ആ കമ്മ്യൂണിറ്റി നിങ്ങൾ കയറുക, നിങ്ങളുടെ കമ്മ്യൂണിറ്റിയാണത്, ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആവുക, ക്വസ്റ്റ്യൻസ് ചോദിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ സെയിം മൈൻഡ് സെറ്റുള്ള ആൾക്കാരെ അവിടെ ഫൈൻഡ് ചെയ്യാൻ പറ്റും ഫ്രീ ആയിട്ട്. അതാണ് അതിൻ്റെ ഗോൾ. സോ ആക്റ്റീവ് മാക്സിമം ആവുക, നിങ്ങൾ ചെയ്യുന്ന കാര്യം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങൾ ആരെക്കുറിച്ചും പേടിക്കേണ്ട, നിങ്ങളുടെ കമ്മ്യൂണിറ്റിയാണത്. ഓക്കെ, യു വിൽ നെവർ വാക്ക് അലോൺ ബിക്കോസ് വി ആർ ദ സെഡ് ഗ്രൂപ്പ്. ദിസ് ഈസ് നോട്ട് ദ എൻഡ്, ദിസ് ഈസ് ദ ബിഗിനിങ്. ലവ് യു ബ്രദർ. അല്ല വേണ്ട, ഉമ്മ.